ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വളരെ ഈസിയാണ്. ഞാൻ ഇതിന് മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇത്തിരി വ്യത്യാസപ്പെടുത്തിയാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ വറുത്ത സേമിയ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ സേമിയ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പാലും എടുക്കണം. 1 കപ്പ് സേമിയയ്ക്ക് 5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ പാലായതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ഏലക്ക പൊടിയില്ലെങ്കിൽ ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമുക്കൊരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിന് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 വിസിലും 2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സേമിയൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. കൂടുതൽ അങ്ങോട്ട് വെന്തുടഞ്ഞു പോയിട്ടില്ല. കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന പാലൊക്കെ കറക്റ്റ് അളവിലാണ്. ഇനി നമുക്ക് തീയൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റ് ഇട്ട് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ സേമിയ പായസത്തിന് കിട്ടുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബൂസ്റ്റിന് പകരം വേണമെങ്കിൽ ഹോർലിക്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബൂസ്റ്റിൻ്റെ ആയാലും ഹോർലിക്സിൻ്റെ ഒക്കെ ആണെങ്കിലും അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതിന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ബൂസ്റ്റൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം, തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കാഷ്യൂ നട്ട് സേമിയ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വറുത്ത നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ പായസം ഇനി ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. നല്ല അടിപൊളി പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.